ഹായ് ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിനും ആവശ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഹൈവേ എഞ്ചിനീയറിംഗ്. സോ ഹൈവേ എഞ്ചിനീയറിംഗിന്റെ റിലേറ്റ് ചെയ്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ തിയറി പോർഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് IRC. IRC എന്ന് പറയുന്നത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ IRC നിലവിൽ വന്ന വർഷം ആദ്യം അറിയണം. അത് 1934 ആണ്. പിന്നെ നെക്സ്റ്റ് അറിയേണ്ടതാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ്. ഈ ഇയറും ഹെഡ്ക്വാർട്ടേഴ്സും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഓർത്തിരിക്കുക. ആൻസർ ന്യൂഡൽഹി. Camber in the road is provided for. റോഡിൽ എന്തിനാണ് കേംബർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫിഗർ ഒന്ന് നോക്കാം. കേംബർ എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ റോഡിന്റെ ക്രോസ് സെക്ഷന്റെ ഹയസ്റ്റ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ക്രൗണ്. ആ ക്രൗണും ഈ പറയുന്ന റോഡ് സർഫസിന്റെ എഡ്ജും കൂടി മീറ്റ് ചെയ്യുന്ന ആ സ്ലോപ്പ് ലൈനെ വിളിക്കുന്ന പേരാണ് കേംബർ എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണ്? ക്രൗണും അതേപോലെ റോഡ് സർഫസിന്റെ എഡ്ജും കൂടി ജോയിൻ ചെയ്യുന്ന ആ സ്ലോപ്പ് ഓഫ് ലൈനെ വിളിക്കുന്ന പേരാണ് കേംബർ. അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് ആണ് കേംബർ എന്ന് പറഞ്ഞാൽ. ഇനി ഇത് എന്തിനാണ് കൊടുക്കുന്നത്? കേംബർ നമ്മൾ സാധാരണ കൊടുക്കുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രെയിനേജിനാണ്. വെള്ളം നന്നായിട്ട് ഒഴുകി പോകാൻ ഒരു പർട്ടിക്കുലർ സ്ലോപ്പ് അല്ലെങ്കിൽ പാത്വേ കൊടുക്കാനാണ്. നമ്മൾ എഫക്റ്റീവ് ഡ്രെയിനേജിനാണ് കേംബർ സാധാരണ റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് വേറെ പേരുകളുണ്ട്. ക്രോസ് സ്ലോപ്പ്, ക്രോസ് ഫോള്, അങ്ങനെയും കൂടി ഇതിനെ വിളിക്കാറുണ്ട്. അപ്പൊ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ കേംബർ എന്ന് പറയുന്നത് ഒരു സ്ലോപ്പ് ലൈൻ ആണ്. ക്രൗണിനെയും റോഡ് സർഫസിന്റെ എഡ്ജിനെയും കൂടി കണക്ട് ചെയ്യുന്നു. ഈസി ഡ്രെയിനേജിന് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് ആണത്. അതേപോലെ തന്നെ വേറെ പേരാണ് ക്രോസ് സ്ലോപ്പ്, ക്രോസ് ഫോള്. സോ അപ്പൊ ആൻസർ എന്ത് വരും? എഫക്റ്റീവ് ഡ്രെയിനേജ്. കേംബർ നമ്മൾ റോഡിൽ കൊടുക്കുന്നത് എന്തിനാണ്? എഫക്റ്റീവ് ഡ്രെയിനേജിന് വേണ്ടി. റൈറ്റ് ഓഫ് വേ ഈസ് ദ സമ്മേഷൻ ഓഫ് ദ വിഡ്ത്ത് ഓഫ്. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ഓഫ് വേ എന്താന്ന് നോക്കാം. ഇതാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ. റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ ഒരു റോഡിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഗവൺമെന്റ് എത്രമാത്രം ലാൻഡ് അക്യൂർ ചെയ്യുന്നുണ്ടോ അത്രയും ലാൻഡ് ഏരിയ ആണ് നമ്മൾ റൈറ്റ് ഓഫ് വേ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പെർമനന്റ് വേ എന്ന് വിളിക്കാം. അപ്പൊ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് ആ ഫിഗറിനകത്ത് തന്നെ കിടപ്പുണ്ട്. ക്യാരേജ് വേ, അപ്പുറവും ഇപ്പുറവും ഉള്ള 2 ഷോൾഡർ, പിന്നെ റോഡ് മാർജിൻസ്. ഇത് ഇത്രയും കൂടി ചേരുന്നതാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ക്യാരേജ് വേ വരും, അപ്പുറവും ഇപ്പുറമുള്ള ഷോൾഡർ വരും, മാർജിൻസ് വരും. ഇനി ക്യാരേജ് വേ എന്താണ് ക്യാരേജ് വേ എന്ന് പറഞ്ഞാൽ വെഹിക്കുലർ ട്രാഫിക്കിന് വേണ്ടിയുള്ള റോഡിന്റെ പോർഷനെയാണ് ക്യാരേജ് വേ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഷോൾഡർ. ഷോൾഡറിന്റെ പ്രത്യേകത എന്താണ്? 2 സൈഡിലും നമ്മളൊരു ഫോർമേഷൻ വിഡ്ത്ത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 സൈഡിലും അൺമെറ്റൽ ആയിട്ടിരിക്കുന്ന പോർഷനെയാണ് ഷോൾഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എമർജൻസി ലൈൻ എന്ന് നമുക്ക് ഷോൾഡറിനെ വിളിക്കാം. പിന്നുള്ളതാണ് റോഡ് മാർജിൻസ്. റോഡ് മാർജിൻസ് എന്ന് പറയുന്നത് സാധാരണ ഡ്രെയിനേജ് പർപ്പസിന് ചിലപ്പോൾ പാർക്കിംഗ് ലൈൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ടേജ് ലൈൻസ്, അല്ലെങ്കിൽ ഡ്രൈവ് വേസ് അങ്ങനെയൊക്കെ കൊടുക്കുന്ന പോർഷൻസ് ആണ് റോഡ് മാർജിൻസ് എന്ന് പറഞ്ഞത്. സോ ഇവിടെ ചോദിച്ചത് എന്താണ്? റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ള സമ്മേഷൻസ് ആണ്. ഇപ്പൊ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാരേജ് വേ ഉണ്ട്, 2 സൈഡിലുള്ള ഷോൾഡർ ഉണ്ട്, ആൻഡ് 2 സൈഡിലുള്ള റോഡ് മാർജിൻസ് ഉണ്ട്. സോ ഇപ്പൊ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമ്മേഷൻ ആണ്? ക്യാരേജ് വേ, ഷോൾഡർ ആൻഡ് റോഡ് മാർജിൻസ്. If cross slope of a country is 10 to 25%, the terrain is classified as. ക്രോസ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കേംബർ. കേംബർ ഒരു കൺട്രിയുടെ 10 to 25% ആണെങ്കിൽ ആ ടെറൈനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അതിന് ഈ ടേബിൾ അങ്ങ് കാണാതെ പഠിക്കുക. ടെറൈനും ക്രോസ് സ്ലോപ്പും. 0 to 10 ആണെങ്കിൽ പ്ലെയിന്, 10 to 25 ആണെങ്കിൽ റോളിങ്, ആൻഡ് 25 to 60 ആണെങ്കിൽ മൗണ്ടേനിയസ്, ആൻഡ് ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ സ്റ്റീപ്പ്. ഈ ടേബിൾ അങ്ങ് കാണാൻ പഠിക്കുക. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? 10 to 25% ക്രോസ് സ്ലോപ്പ് ഉള്ള കൺട്രിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ആൻസർ റോളിങ്. ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് IRC, റൂളിംഗ് ഗ്രേഡിയന്റ് ഇൻ പ്ലെയിൻസ് ഈസ്. IRCയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് പ്ലെയിനിലെ റൂളിംഗ് ഗ്രേഡിയന്റിന്റെ വാല്യൂ എന്താണ്?
അതിനൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഇതേപടി അങ്ങ് കാണാൻ പഠിക്കുക. ബിക്കോസ് ഈ ഒരു ടേബിളിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് ഇപ്പൊ ടെറൈന് പ്ലെയിൻ അല്ലെങ്കിൽ റോളിങ്, ഹില്ലിയ്, സ്റ്റീപ്പ്. പിന്നെ ആ മോളിലുള്ള ഹെഡിങ് ഓർഡറിൽ തന്നെ പഠിക്കാം. റൂളിങ്, ലിമിറ്റിങ്, എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്. റൂളിംഗ് ഗ്രേഡിയന്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് ആൻഡ് എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്. അതിനകത്ത് 3.3, 5, 6.7. പിന്നെ എളുപ്പം പഠിക്കാം. പിന്നെ അതൊന്ന് ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. 5, 6, 7, ദെൻ 6, 7, 8. ഇങ്ങനെ ആ ഒരു ആദ്യത്തെ വാല്യൂവും അവസാനത്തെ വാല്യൂവും മാത്രമേ ഉള്ളൊരു ഡിഫറൻറ്റ്. ഒന്ന് 3.3, ഒന്ന് 8. ബാക്കിയെല്ലാം ക്രോസ് ചെയ്തിട്ടിരിക്കുന്ന വാല്യൂ. ഇങ്ങനെ കാണാതെ പഠിച്ചാൽ മതി. ഇതിൽ നിന്നൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്ലെയിനിലെ റൂളിംഗ് ഗ്രേഡിയന്റ് എത്രയാണെന്ന്. അതിന്റെ ആൻസർ അപ്പൊ എന്ത് വരും? ഇവിടെ കിടക്കുന്ന 3.3 ആണ്. ഇപ്പൊ സ്ലോപ്പിൽ 1 ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ആൻസർ എത്ര? 1/30 വരും. 1/30 കിട്ടുവാണെങ്കിൽ 1/30 × 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ എന്ത് കിട്ടും? 3.3 എന്ന് കിട്ടും. സോ ആൻസർ എത്രയാണ്? റൂളിംഗ് ഗ്രേഡിയന്റ് ഇൻ പ്ലെയിൻസ് എന്ന് പറയുന്നത് 1/30. The IRC recommendation for ruling design speed for national highway in plain terrain is. അതിന് IRCയുടെ ഒരു ടേബിൾ ഉണ്ട്. റൂളിംഗ് ഡിസൈൻ സ്പീഡ് ഫോർ ദ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേക്ക് വേണ്ടി. സോ ഈ ടേബിൾ ഇങ്ങനെ കാണാൻ പഠിച്ചാൽ മതി. ടൈപ്പ് ഓഫ് റോഡ്, റൂളിംഗ് സ്പീഡ്, മിനിമം സ്പീഡ്. ടൈപ്പ് ഓഫ് റോഡിനകത്ത് ഫസ്റ്റ് വൺ ആണ് എക്സ്പ്രസ് വേ, 120 km/h. മിനിമം സ്പീഡ് 100 km/h. നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേസ്, റൂളിംഗ് സ്പീഡ് 100 km/h. മിനിമം സ്പീഡ് 80 km/h. സോ അപ്പൊ ആൻസർ എന്ത് വരും? റൂളിംഗ് ഡിസൈൻ സ്പീഡ് ഫോർ നാഷണൽ ഹൈവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 100 km/h. While calculating stopping side distance, the driver's eye above the road surface is assumed. എന്താണ് ആദ്യം സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറയാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. ഒബ്സ്ട്രക്ഷൻ ആ ഡ്രൈവർ കണ്ടു, എത്ര സമയം എടുക്കുന്നില്ല, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ആകാൻ വേണ്ടി. വിത്തൗട്ട് കൊളിഷൻ ഒന്നും കൂടാതെ എത്രമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് തന്നെ പറയാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയാം. ഇവിടെ നമുക്ക് അതല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ സമയത്ത് ഡ്രൈവറിന്റെ ഐയും റോഡ് സർഫസും തമ്മിലുള്ള ഹൈറ്റ് ആണ്. അത് നമ്മൾ കാൽക്കുലേഷൻ പർപ്പസിൽ എത്രയാണ് എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഈ ടേബിൾ നമുക്ക് നോക്കാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഡ്രൈവറിന്റെ ഐ റോഡ് സർഫസിൽ നിന്നുള്ള ഹൈറ്റ് 1.2 മീറ്റർ ആണ്. ഓക്കെ, അതേപോലെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ റോഡ് സർഫസിൽ നിന്നുമുള്ള ഹൈറ്റ് 0.15 മീറ്റർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ OST എന്ന് പറയുന്നത് ഡ്രൈവറിന്റെ ഐയും റോഡ് സർഫസും തമ്മിലുള്ള ഹൈറ്റ് 1.2 മീറ്റർ ആണ്. അതേപോലെ ഒബ്ജക്റ്റിന്റെ ആ ഹൈറ്റ്, ഒബ്സ്ട്രക്ഷൻ ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ കാൽക്കുലേഷനിൽ ഡ്രൈവറിന്റെ ഐ എബവ് ദ റോഡ് സർഫസ് അസ്യൂം ചെയ്യുന്നത് എത്രയാണ്? 120 സെന്റിമീറ്റർ. The width of carriageway for multi-lane pavements are recommended by Indian Road Congress is. IRC റെക്കമെൻഡ് ചെയ്യുന്ന മൾട്ടി-ലൈൻ പേവ്മെന്റിന്റെ കാരേജ് വേ വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി IRCയുടെ ആ റെക്കമെൻഡേഷൻ ആണ് തന്നിരിക്കുന്നത്. ക്ലാസ് ഓഫ് റോഡ് ഉണ്ട്, കാരേജ് വേയുടെ വിഡ്ത്ത് ഉണ്ട്. സിംഗിൾ ലൈൻ റോഡ് ആണെങ്കിൽ 3.75 ആണ്. 2 lanes വിത്തൗട്ട് റേസ്ഡ് കർബ് ആണെങ്കിൽ 7 meters. 2 lanes വിത്ത് റൈസ്ഡ് കർബ് ആണെങ്കിൽ 7.5 meters. ഇന്റർമീഡിയറ്റ് കാരേജ് വേ ആണെങ്കിൽ 5.5. മൾട്ടി ലൈൻ പേവ്മെന്റ് ആണെങ്കിൽ 3.5 meter per lane. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മൾട്ടി ലൈൻ പേവ്മെന്റ് ആണ്, വിഡ്ത്ത് ഓഫ് കാരേജ് വേയുടെ വിഡ്ത്ത് മൾട്ടി ലൈൻ ആണെങ്കിൽ എത്രയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? 3.5 per lane. സിംഗിൾ ലൈനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ടേബിൾ ഓർത്തിരിക്കുക. The value for lateral coefficient of friction as per IRC is. Lateral coefficient of friction അതും IRC റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഈ ടേബിൾ നോക്കുക. ലാറ്ററൽ
കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒരു വാല്യൂ ഉണ്ട്, അതേപോലെ ലോങ്ജിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒരു വാല്യൂ ഉണ്ട്. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് രണ്ടും പഠിച്ചിരിക്കുക. ലാറ്ററൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ 0.15 അതേപോലെ ലോങ്ജിറ്റ്യൂഡിനൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ 0.35 സോ അപ്പൊ ആൻസർ എന്ത് വരും? 0.15. The shape of sign stop according to IRC 67/2001. ട്രാഫിക് സയൻസിനകത്ത് മാൻഡേറ്ററിയിൽ പഠിക്കുന്ന ഒരു സൈൻ ആണ് ഈ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് മാൻഡേറ്ററി സൈൻസ് കോമൺലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സർക്കുലാർ ഇൻ ഷേപ്പ് ആണ്. അത് 60 സെന്റിമീറ്റർ ആണ് അതിന്റെ ഡയം. സ്റ്റോപ്പിനൊരു പ്രത്യേകത എന്നതിന്റെ ഒരു എക്സെപ്ഷനാണ്. സ്റ്റോപ്പും ഗീവ് വേയും രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പ്, ബാക്കിയെല്ലാം സർക്കുലാർ ഷേപ്പിൽ തന്നെ പറയാൻ പറ്റും. പക്ഷെ മാൻഡേറ്ററിക്കകത്ത് ഒരു ഡിഫറൻസ് ഉള്ളതാണ് ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ. കണ്ടിട്ടുണ്ടാവും നിങ്ങള്, ഇതാണ് സ്റ്റോപ്പിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതൊരു റെഡ് ബാക്ക്ഗ്രൗണ്ടില് ഒരു വൈറ്റ് ബോർഡേഴ്സ് ആയിരിക്കും അതിനുള്ള. ചിലപ്പം സ്റ്റോപ്പ് എന്ന് എഴുതിയേക്കാം, അല്ലെങ്കിൽ അത് എഴുതണമെന്നില്ല. ഈ ഒരു സൈൻ കണ്ടു കഴിഞ്ഞാൽ ഇതിനർത്ഥം സ്റ്റോപ്പ് തന്നെയാണ്. സോ സ്റ്റോപ്പിന്റെ ഷേപ്പ് ആണ് ഇവിടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ത് വരും? ഒക്ടഗണൽ. ഒക്ടഗണൽ ഷേപ്പ് ആണ് സ്റ്റോപ്പിന്റെ സൈൻ. അതേപോലെ ഓർത്തിരിക്കണം ഗീവ് വേ. ഗീവ് വേ എന്ന് പറയുന്നത്, ഗീവ് വേ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും ഗീവ് വേയുടെ സൈൻ. അത് രണ്ടും മാൻഡേറ്ററിക്കകത്ത് തന്നെ വരുന്നത്. ബാക്കി മാൻഡേറ്ററി സൈൻ, സ്റ്റോപ്പും ഗീവ് വേയും ഒഴികെ ബാക്കി എല്ലാ മാൻഡേറ്ററി സൈൻസും സർക്കുലാർ തന്നെയാണ് ഷേപ്പ്. A flaky aggregate is said to be elongated if its strength is. നമ്മൾ അഗ്രിഗേറ്റിന്റെ കുറെ ടെസ്റ്റുകൾ പഠിക്കും. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടെസ്റ്റ് ആണ് ഷേപ്പ് ടെസ്റ്റ്. അതെന്ന് പറയുന്നത് ഫ്ലേക്കി അഗ്രിഗേറ്റ് ആണോ ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് ആണോ തന്നിരിക്കുന്ന ഗിവൺ സാമ്പിൾ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതിനാദ്യം നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കൊണ്ട് നോക്കണം, ഫ്ലേക്കിനെസ് ഇൻഡെക്സും ഇലോങ്ങേഷൻ ഇൻഡെക്സും. സോ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഫ്ലേക്കിനെസ് ഇൻഡെക്സ്. അത് പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് പാർട്ടിക്കിൾ ഹൂസ് ലീസ്റ്റ് ഡയമെൻഷൻ. ഒരു പാർട്ടിക്കിളിന്റെ ലീസ്റ്റ് ഡയമെൻഷൻ എന്തായിരിക്കും? ലെങ്തും വിട്ടുമാണ് അതിന്റെ ലീസ്റ്റ് എന്ന് പറയുന്നത്, എപ്പോഴും വിത്ത് ആയിരിക്കും. അതെന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 0.6 ടൈംസ് ദെയർ മീൻ സൈസ്. അത് ചോദിച്ചിട്ടുള്ളതാണ് ഈ 0.6 ടൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലോങ്ങേഷൻ ഇൻഡെക്സ്. അതെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് പാർട്ടിക്കിൾ, അതിന്റെ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ ഏതാ? ലെങ്ത് ആണ്. അതെന്ന് പറയുന്നത് ഈസ് 1.8 ടൈംസ് ദ മീൻ ഡയമെൻഷൻ. ഈ ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ഓർത്ത് വെക്കണം. ആൻഡ് ഈ ടെസ്റ്റ് ചെയ്യുമ്പം അത് 6.3 mm കുറവുള്ള സൈസ് അഗ്രിഗേറ്റിന് ഇത് ആപ്ലിക്കബിൾ ആവില്ല. സോ അതാണ് ദ ടെസ്റ്റ് ഈസ് ആപ്ലിക്കബിൾ ടു അഗ്രിഗേറ്റ് ഈസ് ലാർജർ ദാൻ 6.3 mm. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നത്? ഒരു ഫ്ലേക്കി അഗ്രിഗേറ്റ് ഇലോങ്ങേറ്റഡ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈസ് ട്വൈസ് ദെയർ മീൻ സൈസ്. ആൻസർ ആണ് ട്വൈസ് ദെയർ മീൻ സൈസ്. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ടൈംസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ലോസ് ഏഞ്ചലസ് മെഷീൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ അഗ്രിഗേറ്റ് ഫോർ. അഗ്രിഗേറ്റിനെ എന്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോസ് ഏഞ്ചലസ് മെഷീൻ യൂസ് ചെയ്യുന്നത്? അഗ്രിഗേറ്റിന്റെ ഒരു അബ്രഷൻ ടെസ്റ്റിലാണ് നമ്മൾ സാധാരണ ലോസ് ഏഞ്ചലസ് മെഷീൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ലോസ് ഏഞ്ചലസ് ടെസ്റ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ സാമ്പിൾ ഇട്ട് അത് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ 1.7 mm സീവിലൂടെ ആ ഒരു ക്രഷ്ഡ് പാർട്ടിക്കിളിനെ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്തിട്ട് അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ കിട്ടുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ സാമ്പിൾ എടുത്തപ്പോൾ ഉള്ള ഇനിഷ്യൽ വെയിറ്റ് ഏതാണ് അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യും. അതാണ് വെയിറ്റ് ഓഫ് പാസിംഗ് ത്രൂ 1.7 mm സീവ്. അതേ ഡിവൈഡ് ബൈ ഇനിഷ്യൽ വെയിറ്റ് ഓഫ് ദ സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്രഷൻ വാല്യൂ കിട്ടും. അബ്രഷൻ വാല്യൂ വെച്ചാൽ അതിന്റെ ഹാർഡിനെസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഹാർഡിനെസ്സിന് വേണ്ടിയാണ് അബ്രഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ലോസ് ഏഞ്ചലസ് ആണ്. സോ അപ്പൊ ആൻസർ എന്ത് വരും? ലോസ് ഏഞ്ചലസ് മെഷീൻ വെച്ചിട്ട് അഗ്രിഗേറ്റിന്റെ എന്ത് ടെസ്റ്റ് ആണ്? അബ്രഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അബ്രഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലോസ് ഏഞ്ചലസ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. A permanent is classified as flexible or a rigid based on its. നമ്മൾ പെർമനന്റിന്റെ ക്ലാസിഫിക്കേഷനകത്ത് പഠിക്കുന്നതാണ് ഈ ഫ്ലെക്സിബിൾ റിജിഡ് എന്ന് പറഞ്ഞത്. ഇത് എന്തിന്റെ ബേസിസിലാണ് പെർമനന്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലെക്സിബിൾ എന്താണ്, റിജിഡ് എന്താന്ന് നോക്കാം.
ഇതിനകത്ത് ഫ്ലെക്സിബിൾ പെർമനന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ബേസ് കോഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് ഈ പറയുന്ന അഗ്രിഗേറ്റ്സ് ആണ് അവിടെ കിടക്കുന്നത്. ആ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നതാണ് ബേസ് കോഴ്സ്. അതേപോലെ ആ റിജിഡ് പെർമനന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ബേസിന് പകരമായിട്ട് അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഒരു കോൺക്രീറ്റ് സ്ലാബ് ആണ്. അപ്പൊ ഈ ബേസ് എന്താണോ കൊടുത്തിരിക്കുന്നത്, പെർമനന്റിൽ ബേസ് എന്താണോ കൊടുത്തിരിക്കുന്നു അതിന്റെ ബേസിസിലാണ് ഈ പെർമനന്റിനെ ഫ്ലെക്സിബിൾ ആണോ റിജിഡ് ആണെന്ന് ക്ലാസിഫൈ ചെയ്യണം. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്, ഫ്ലെക്സിബിളിനകത്ത് ലോഡ് ട്രാൻസ്ഫറിങ് നടക്കുന്നത് ഗ്രെയിൻ ടു ഗ്രെയിൻ ആണ്. അവിടെ ബേസിനകത്ത് ഗ്രെയിൻസ് ആണോ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ആണോ ഉള്ളത്, അപ്പം ഗ്രെയിൻ ടു ഗ്രെയിൻ ആണ് ലോഡ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അതേപോലെ റിജിഡിലേക്ക് എത്തുമ്പോൾ റിജിഡിന്റെ പ്രത്യേകത അവിടെ കോൺക്രീറ്റ് സ്ലാബ് ആണ് കൊടുത്തിരിക്കുന്നത്. ബേസിന് പകരം കോൺക്രീറ്റ് സ്ലാബ് ആണ് കൊടുത്തിരിക്കുന്നത്. കോൺക്രീറ്റ് സ്ലാബിനകത്ത് സ്ലാബ് ആക്ഷനിലൂടെയാണ് ലോഡ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ പെർമനന്റ് ക്ലാസിഫിക്കേഷൻ ഫ്ലെക്സിബിൾ ആണോ റിജിഡ് ആണോ എന്നതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ബേസ് മെറ്റീരിയൽ എന്താണ്, ബേസിൽ കൊടുക്കുന്ന മെറ്റീരിയൽ എന്താണ് എന്നതിന്റെ ബേസിസിലാണ്. സോ ആൻസർ ഈസ് ബേസ്. A flyover segregates traffic in terms of. ഫ്ലൈഓവർ എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇതാണ് ഫ്ലൈഓവേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ താഴെക്കൂടെയും മോളിക്കൂടെ ഗ്രേഡിന്റെ ബേസിസിലാണ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. എന്തിന്റെ ടേമിലാണ്, ട്രാഫിക്കിനെ എന്തിന്റെ ടേമിലാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫിഗർ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഗ്രേഡിയന്റിന്റെ അല്ലെങ്കിൽ ഗ്രേഡിന്റെ ബേസിസിലാണ്. സോ ആൻസർ ഈസ് ഗ്രേഡ്. ബിറ്റുമിൻ ഈസ് ജനറലി ഒബ്റ്റൈൻഡ് ഫ്രം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബിറ്റുമിൻ എന്ന് പറയാം. ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ ക്രൂഡ് പെട്രോളിയത്തിന്റെ പാർഷ്യൽ ഡിസ്റ്റിലേഷന്റെ പ്രോഡക്റ്റ് ആണ് ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ. എന്താണ്? ക്രൂഡ് പെട്രോളിയത്തിന്റെ പാർഷ്യൽ ഡിസ്റ്റിലേഷൻ പ്രോഡക്റ്റ് ആണ് ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ ഈ ബിറ്റുമിൻ കാർബൺ ഡൈസൾഫൈഡിൽ കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആണ്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാർബൺ ഡൈസൾഫൈഡിൽ സൊല്യൂബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ. സോ ആൻസർ എന്താണ്? ബിറ്റുമിൻ ജനറലി ഒബ്റ്റൈൻ ചെയ്യുന്ന ഏതിന്നാണ്? ഒരു പെട്രോളിയം ബൈ പ്രോഡക്റ്റ് ആണ്. A mandatory signs consist of a circular plate having a diameter of. First of all, mandatory signs ഏതൊക്കെയാന്ന് നോക്കാം. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു സ്റ്റോപ്പ്, അതേപോലെ ഗീവ് വേ. ഈ രണ്ട് സൈൻസേ ഉള്ളൂ സർക്കുലർ അല്ലാത്ത. ബാക്കി എല്ലാ സൈനുകളും എന്താണ്? സർക്കുലർ ഇൻ ഷേപ്പ് ആണ്. സ്റ്റോപ്പ് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് എന്തിലാണ്? വൈറ്റ് ആണ് ആൻഡ് റെഡ് ബാക്ക്ഗ്രൗണ്ടും ആണ്. അതേപോലെ ഗീവ് വേ ആണ് എങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ബോർഡർ ആണ്. ഇനി ബാക്കിയുള്ള സൈൻസുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോമൺലി കണ്ടിട്ടുള്ളത് ബോർഡർ റെഡും ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുമാണ്. അതേപോലെ അതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്ന ഇട്ടിരിക്കുന്ന സൈൻ എന്ന് പറയുന്നത് ബ്ലാക്കിലുമായിരിക്കും, ചെയ്തിരിക്കുന്നത് ബ്ലാക്കിലുമായിരിക്കും. സോ നോ എൻട്രി, സ്പീഡ് ലിമിറ്റ്, വിഡ്ത്ത് ലിമിറ്റ്, ഹൈറ്റ് ലിമിറ്റ് അതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് മാൻഡേറ്ററി സൈനുകളായിട്ടാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ മാൻഡേറ്ററി സൈനുകളുടെ സർക്കുലർ പ്ലേറ്റിന്റെ ഡയമീറ്റർ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ്. മാൻഡേറ്ററി സൈൻസിന്റെ ഒരു സർക്കുലർ പ്ലേറ്റിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെന്റിമീറ്റർ. When the path traveled along the road surface is more than the circumferential movement of the wheels due to the rotation, then it result in. ഫസ്റ്റ് നമുക്ക് എന്താണ് സ്ലിപ്പിംഗ്, എന്താണ് സ്കിഡിങ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സ്ലിപ്പിംഗ്. സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വീൽ ലോങ്ജിറ്റ്യൂഡിനലി മൂവ് ചെയ്യുവാണ്. അതിന്റെ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ പൈ ഇൻറ്റു ഡി. ഈ പൈ ഡി എന്ന് പറഞ്ഞത് ഒരു വീലിന്റെ സർക്കംഫറൻസ് ആണ് പൈ ഇൻറ്റു ഡി. ദാറ്റ് മീൻസ് 2πr. അതാണ് പൈ ഡി എന്ന് പറയുന്നത്. അത് ലെസ്സർ ആണ് എങ്കിൽ ആ വെഹിക്കിൾ എന്ത് ചെയ്യും? സ്ലിപ്പ് ചെയ്യും. നെക്സ്റ്റ് സ്കിഡിങ് ആണ്. സ്കിഡിങ് എന്ന് പറയുന്നത് ലോങ്ജിറ്റ്യൂഡിനൽ മൂവ്മെന്റിലുള്ള ഒരു വീലിന്റെ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പൈ ഇൻറ്റു ഡി ആണെങ്കിൽ ആ വെഹിക്കിൾ എന്ത് ചെയ്യും? സ്കിഡ് ചെയ്യും. ഇവിടെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്? റോഡ് സർഫസില് സർക്കംഫറൻഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലെ? ആ റോഡ് സർഫസിന്റെ പാത്ത് ട്രാവൽ അലോങ് ദ റോഡ് സർഫസ് ഈസ് മോർ ദാൻ ദ സർക്കംഫറൻഷ്യൽ മൂവ്മെന്റ് ഓഫ് ദ വീൽ ഡ്യൂ ടു ദ റൊട്ടേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ സ്കിഡിങ്. ഗ്രേറ്റർ ദാൻ. ആ ഡെഫിനിഷൻ നോക്കിയാൽ മതി. വീലിന്റെ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സർക്കംഫറൻസ് ആണ്, സർക്കംഫറൻഷ്യൽ മൂവ്മെന്റ് ഓഫ് ദ വീൽ ആണ് എങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? സ്കിഡിങ് ആണ് ഉണ്ടാവുന്നത്.
In CBR test, the value of CBR is calculated at. CBR ടെസ്റ്റ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഡിസൈനിലെ തിക്നെസ് ഓഫ് ലെയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് CBR നമ്മൾ പെനിട്രേഷൻ 2 പെനിട്രേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2.5 mm-ലും 5 mm-ലും. അതിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ലോഡ് ഉണ്ട്. 2.5 mm-ലാണെങ്കിൽ 1370 kg-യും 5 mm ആണെങ്കിൽ 2055 kg-യുമാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് സ്പെസിമെന്റെ ബേസിൽ നമ്മൾ മറ്റേ സ്പെസിമെൻ എത്രയാണ് ലോഡ് ക്യാരി ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാണ് CBR വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ CBR ഈസ് ഈക്വൽ ടു ലോഡ് ക്യാരീഡ് ബൈ സ്പെസിമെൻ ഡിവൈഡഡ് ബൈ ലോഡ് ക്യാരീഡ് ബൈ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് CBR വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, CBR ടെസ്റ്റിനകത്ത് CBRന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ പെനിട്രേഷനിലാണെന്നാണ് ചോദ്യം. ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു. പെനിട്രേഷൻ നമ്മൾ ഏതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, 2.5 mm-ലും ചെയ്യും 5 mm-ലും ചെയ്യും. സോ ആൻസർ എന്ന് പറയുന്നത് both 2.5 mm and 5 mm penetration. And the last question, the structure of rod consists of. ആദ്യം റോഡിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സബ്ഗ്രേഡ്. സബ്ഗ്രേഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റഡ് ആയിട്ട് സോയിൽ അല്ലെങ്കിൽ നാച്ചുറൽ സോയിൽ ബെനീത്ത് ഓഫ് റോഡ് കൺസ്ട്രക്ഷനെയാണ് സബ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ. അതിന് മുകളിലുള്ള ലെയർ ആണ് സബ് ബേസ്. അതൊരു ഓപ്ഷണൽ കേസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ട്രാഫിക് ഇന്റൻസിറ്റി ഹൈ ആവുന്ന കണ്ടീഷനിലോ അല്ലെങ്കിൽ സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി പുവർ ആവുന്ന കണ്ടീഷനിലോ ആണ് നമ്മൾ സബ് ബേസ് കോഴ്സുകൾ ഓപ്ഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബേസ് കോഴ്സ്. ബേസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു റോഡ് സ്ട്രക്ചറിന്റെ ഫൗണ്ടേഷൻ മെമ്പർ ആണ് ഈ ബേസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ മേജർ സ്ട്രക്ചറൽ കമ്പോണന്റ് കമ്പോസ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ അഗ്രിഗേറ്റ് വെച്ചിട്ടാണ്. ലാസ്റ്റ് ലെയർ ആണ് സർഫസ് കോഴ്സ് അല്ലെങ്കിൽ വിയറിംഗ് കോഴ്സ്. വിയറിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ റോഡ് സ്ട്രക്ചറിന്റെ സൂപ്പർ സ്ട്രക്ചർ ആണ്. ഒരു റോഡ് ലെയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ലെയറിന്റെ ഏറ്റവും സൂപ്പർ സ്ട്രക്ചറിനെയാണ് വിയറിംഗ് കോഴ്സ് അല്ലെങ്കിൽ സർഫസ് കോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, റോഡിന്റെ സ്ട്രക്ചറിനകത്ത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്. സോ ഇപ്പൊ ആൻസർ എന്തുവരും, സബ്ഗ്രേഡും സബ് ബേസും ബേസും എല്ലാം റോഡിന്റെ സ്ട്രക്ചറിനകത്ത് ഉൾപ്പെട്ടതാണ്. സോ ആൻസർ എന്തുവരും, ഓൾ ദ അബോവ്. സോ ഇത്രയാണ് ഹൈവേ പോർഷന്റെ ക്വസ്റ്റ്യൻസ്. വേറെ ഒരു പുതിയ സബ്ജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.